അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന് കീഴിൽ സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ ആധാരമാക്കിയുള്ള തുറന്ന ചർച്ചാ സമ്മേളനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ചർച്ചാ സമ്മേളനത്തിൻ്റെ വിഷയാവതരണം നിർവഹിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിക്കുവാൻ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ വൈസ് ചെയർമാനും പ്രമുഖ പണ്ഡിതനുമായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂരിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ആദരണീയനായ എൻ്റെ സ്നേഹിതൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഹബീബുർ റഹ്മാൻ, വേദിയിലിരിക്കുന്ന ആദരണീയരായ അതിഥികളെ, ഈ ചർച്ചാ സംഭാഷണ വേദിയെ ധന്യമാക്കാൻ എത്തിച്ചേർന്ന സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദര സഹോദരികളെ, അള്ളാഹുവിൻ്റെ സമാധാനം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന ആമുഖത്തോടു കൂടിയാണ് ഇതിൻ്റെ സ്വാഗതം മുതൽ അധ്യക്ഷൻ മുതൽ ഞാനും ഈ പരിപാടി ഇവിടെ ആരംഭിച്ചത്. എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ഒരു മതപരമായ പരിപാടിയാണെങ്കിലും അല്ലെങ്കിലും രണ്ടാൾ കണ്ടുമുട്ടുമ്പോൾ ഒരു സമാധാന സന്ദേശം നൽകുക എന്നതാണ് ഇസ്ലാമിൻ്റെ ആദ്യത്തെ ബാധ്യത. ഒരാളെ കണ്ടുമുട്ടുമ്പോൾ, മറ്റൊരാളെ കണ്ടുമുട്ടുമ്പോൾ, ഒരു പൊതുവേദിയാകുമ്പോൾ പ്രത്യേകിച്ചും അതിന് പ്രസക്തിയുണ്ട്. അതിനേക്കാളേറെ ഇന്നത്തെ കാലഘട്ടത്തിൽ പരസ്പരം ധാരണപ്പിഴവുകളും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന തരത്തിലുള്ള നമ്മുടെ രാജ്യത്തിലെ സ്നേഹ സൗഹാർദ്ദങ്ങൾ മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ സമാധാന സന്ദേശത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. പലപ്പോഴും കമ്പാർട്ട്മെൻറ്റുകളാണ് നമ്മുടെ നാട്ടിലുള്ള മനുഷ്യന്മാരൊക്കെ, ഓരോ കമ്പാർട്ട്മെൻറ്റിലാണ്. മനുഷ്യരൊന്നാകെ തന്നെ, മനുഷ്യൻ തന്നെ, ഇന്ത്യൻ ജനത, പാകിസ്ഥാൻ ജനത, അങ്ങനെ രാഷ്ട്രങ്ങളായി വേർതിരിഞ്ഞ് കമ്പാർട്ട്മെൻറ്റുകളായി മാറിയിരിക്കുകയാണ്. ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് അന്യനാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ചമ്മിപ്പോകുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഹിന്ദിയാണ്, ഹിന്ദി മിസ്കീൻ. അവിടെ ഒരു രാഷ്ട്രത്തിൻ്റെ പേരിലാണ് നമ്മൾ പലപ്പോഴും വേർതിരിക്കപ്പെടുന്നതോ മാറ്റി നിർത്തപ്പെടുന്നതോ. ഇനി ഇന്ത്യക്കുള്ളിൽ വന്ന് നിന്നാൽ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ മതങ്ങളുടെ വിവിധ വിശ്വാസ ആചാരങ്ങളുടെ വിളനിലമായ ഈ മഹാഭാരതത്തിൽ മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ കമ്പാർട്ട്മെൻറ്റുകളായി ജീവിക്കുന്നുണ്ട്. ഇനി ആ ഒരു മതത്തിൻ്റെ ഉള്ളിൽ തന്നെ വിവിധങ്ങളായ കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ് തർക്കങ്ങളും ബഹളങ്ങളും ചർച്ചകളൊക്കെ. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതിലുമുണ്ടായിരിക്കും വ്യത്യാസങ്ങൾ. അപ്പോൾ ഈ തരത്തിലുള്ള വൈവിധ്യങ്ങൾ അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് നാലാൾ കൂടുമ്പോൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ. അപ്പോഴാണ് ഒരു മനുഷ്യനാവുക. ഒരു ഓഫീസിലിരിക്കുന്ന ഫയല് 1000 ഫയലുകളും ഒരേ സന്ദേശമായിരിക്കാം, അല്ലെങ്കിൽ ഒരാവശ്യമായിരിക്കാം. പക്ഷേ 10 മനുഷ്യന്മാരുണ്ടായാൽ 10
ദിശകളും 10 സമീപനങ്ങളും ഉണ്ടായിരിക്കും, അതിൻ്റേതാണ്. ആ സമീപനമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു നാട്ടിൽ, ഒരു പഞ്ചായത്തിൽ, ഒരു മുനിസിപ്പാലിറ്റിയിൽ, ഒരു പ്രദേശത്ത്, ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് ഒന്നിച്ച് നീങ്ങുക എന്നതാണ് മനുഷ്യ സമൂഹത്തിൻ്റെ രക്ഷയുടെ ഏക മാർഗം എന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. ആ ഒരു രക്ഷാമാർഗത്തിന് വിഘാതമായി വരുമ്പോഴാണ് നമുക്ക് തുറന്ന സമീപനത്തിൽ കൂടി കമ്പാർട്ട്മെൻറ്റുകൾ ഒഴിവാക്കി തുറന്ന ഓപ്പണായ ഒരു സമീപനത്തിൽ കൂടി പരസ്പരം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇന്ത്യ രാജ്യത്ത്, ഒരുപക്ഷെ ലോകത്ത് തന്നെ സംസ്കാരത്തിൻ്റെ, മാനവികതയുടെ ചരിത്രാതീതകാലം പഴക്കമുള്ള ഒരു രാജ്യമാണ് ഈ ഭാരത മണ്ണ് എന്ന് പറയുന്നത്. ഈ മണ്ണിൻ്റെ ചരിത്രവും അതിലുള്ള മതങ്ങളുടെ ചരിത്രവും ആ മതങ്ങളെ വിശ്വാസങ്ങളുടെ ചരിത്രങ്ങളുമൊക്കെ ഒരുപക്ഷെ പ്രവാചകന്മാരോളം പഴക്കവും അതോളം ആ പ്രവാചകന്മാരുടെ നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള ആദിമ മനുഷ്യൻ്റെ അത്രയും ആഴത്തിലിറങ്ങിച്ചെന്ന സംസ്കാരത്തിൻ്റെ വേരുകളും ഈ നാട്ടിലുണ്ട്. പക്ഷെ അതൊന്നും കൃത്യമായി ഒരു ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർവചിക്കാനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയായിരുന്നു എന്ന് പറയാനോ ഉള്ള രേഖകൾ നമ്മുടെ മുമ്പിലില്ല എന്നതൊരു വസ്തുതയാണ്. എന്നാലും അറിയപ്പെട്ടിടത്തോളം രേഖകളും ആശയ വ്യത്യാസങ്ങളുടെ, മതപരമായ വ്യത്യാസങ്ങളുടെ നിർവചിക്കപ്പെടാവുന്ന ചരിത്രവും പരിശോധിച്ച് നോക്കിയാൽ വിവിധങ്ങളായ മതങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും അത്ഭുതകരമായ ആചാരങ്ങളും തൊട്ടടുത്ത വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലും വെച്ചു പുലർത്തുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ഈ രാജ്യത്ത് വളരെ കാലങ്ങളായി ജീവിച്ച 10-80 ഒക്കെ കൊല്ലം ജീവിച്ച ആളുകൾ ഒരു പക്ഷേ ഈ സദസ്സിലോ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. 100 കൊല്ലം ജീവിച്ച ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. എന്നാൽ 1000 ഒരു നൂറ്റാണ്ട് കാലത്തെ ചരിത്രം അറിയുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം അങ്ങനെയൊക്കെയായിരുന്നാലും ഒരു രാജ്യത്തിൻ്റെ, ഒരു മണ്ണിൻ്റെ മക്കൾ എന്ന ഒരു ചിന്ത ഇവിടെ നിലനിന്നിരുന്നു എല്ലാ കാലഘട്ടത്തിലും. പാടത്ത് പണിയെടുക്കുന്ന, കറ്റ പറിച്ച് അതിൻ്റെ തലപ്പ് മുറിച്ച് കെട്ടാക്കി വെക്കുന്ന 5 ആളുണ്ടെങ്കിൽ 5 മതവിശ്വാസിക്കാരനല്ലെങ്കിൽ ഒരു 2-3 മതവിശ്വാസികളെങ്കിലും ഉണ്ടായിരുന്നു. ആ പണി കഴിഞ്ഞിട്ട് 10 മണിക്ക് ചായയോ കഞ്ഞിയോ കുടിക്കുമ്പോൾ പാടത്ത് വരമ്പത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആരുണ്ടാക്കിയ കഞ്ഞിയാണ് എന്ന് പരസ്പരം അറിയാതെ അല്ലെങ്കിൽ ആരും ചോദിക്കാതെ ഒരു പ്ലാപ്പിലെ കുത്തി ഉണ്ടാക്കി കയ്യിലുണ്ടാക്കി അതിൽ നിന്ന് കഞ്ഞി കുടിച്ചിരുന്ന ഒരു സൗഹാർദ്ദത്തിൻ്റെ കാലഘട്ടമുണ്ടായിരുന്നു. അന്നും മതങ്ങളും ജാതി വ്യത്യാസങ്ങളും ഒക്കെ നിലനിന്നിരുന്നു നമ്മുടെ നാട്ടിൽ. ബാങ്ക് കൊടുക്കുമ്പോൾ മുസ്ലിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ അതേ പീടികയിലിരുന്ന് ആ പടിയിൽ ഇരുന്ന് ചായ കുടിച്ചിരുന്ന ഹിന്ദു അപ്പുറത്തേക്ക് അവൻ്റെ സമയമാകുമ്പോൾ അവൻ അമ്പലത്തിലേക്കും മറ്റവൻ്റെ സമയമാകുമ്പോൾ അവൻ്റെ ആരാധന ചർച്ചാണെങ്കിൽ ചർച്ചിലേക്കും ഒക്കെ പോയിരുന്ന ഒരു സൗഹാർദ്ദത്തിൻ്റെ കാലഘട്ടം. പരസ്പരം കഷ്ടപ്പെടുമ്പോൾ, കല്യാണമുണ്ടാകുമ്പോൾ, വീടുണ്ടാക്കുമ്പോൾ, കുടിയിരിപ്പ് നടത്തുമ്പോൾ ഒന്നിച്ച് ഒരു പാത്രത്തിൽ കുറുക്കല്യാണം കൂടി പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്ന ഒരു സൗഹാർദ്ദത്തിൻ്റെ കാലഘട്ടം. ആ കാലഘട്ടം നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. ആ നഷ്ടപ്പെട്ടുകൂടാ ആ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഒരു സ്നേഹ സൗഹാർദ്ദത്തിൻ്റെയും സംഭാഷണത്തിൻ്റെയും ഒക്കെ ഒരു തുറന്ന ചർച്ചയുടെയും ഒക്കെ പിന്നിലുള്ളത്. ഇന്നത്തെ പോലെ നമുക്കുള്ള പോലെ സാക്ഷരതയില്ലാത്ത കാലഘട്ടം നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ മൊത്തം പോകണ്ട, നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ, നമ്മുടെയൊക്കെ പ്രദേശത്ത് തന്നെ, ഗ്രാമപ്രദേശങ്ങളിൽ തന്നെ വെറും കാക്കമാർ അല്ലെങ്കിൽ താത്തമാർ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ചേട്ടന്മാർ ചേട്ടത്തികൾ, അക്ഷരജ്ഞാനമില്ലാത്ത, പത്രം പോലും വായിക്കാനറിയാത്ത,
ഒരു റേഡിയോ പോലും കേൾക്കാത്ത പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് റേഡിയോ വിവരമുള്ള മാഷന്മാരോ അല്ലെങ്കിൽ വല്ല ഉദ്യോഗസ്ഥന്മാരോ സമയാസമയത്തിന് അതിൻ്റെ വാർത്ത കേൾക്കാൻ അവിടെ പഞ്ചായത്ത് റേഡിയോവിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂടുന്ന ഒരു കാലഘട്ടം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. വാർത്ത കേൾക്കാൻ വേണ്ടി വാർത്തൻ്റെ നേരമായി പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്തേക്ക് പോവുക, റേഡിയോ കേൾക്കാൻ വേണ്ടി. അതാണ് അവരുടെ സാക്ഷരത എന്ന് പറയുന്നത് രാജ്യത്തെ പറ്റിയുള്ള. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ശാസ്ത്രം അറിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് സിറിയയിൽ എന്താണ് നടക്കുന്നത്, ഇസ്രായേലിൽ എന്താണ് നടക്കുന്നത്, യമനിൻ്റെ പ്രാന്തപ്രദേശത്ത് എന്താണ് നടക്കുന്നത് എന്ന് ലൈവായി കാണുന്നവരാണ് നമ്മളൊക്കെ. അതിൻ്റെ ഒക്കെ അപ്പുറത്ത് സ്വന്തം 1 കിലോമീറ്റർ അപ്പുറത്തുള്ള കാര്യങ്ങൾ പോലും അറിയാതെ വഴിയുണ്ടാവാത്ത ഒരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ റിട്ടയർ ജീവിതത്തിൻ്റെ ശേഷം ഒരു സ്ഥാപനത്തിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു വാക്കുണ്ടായി, അതിലൊരു ഭാഷ പഠിപ്പിക്കുമ്പോൾ അറബി ഭാഷയിൽ ഒരു പദം വന്നു. അതായത് ദഹബ്തു ഇലൽ ഇദാ മക്തബിൽ ബരീദ് ലി ഇർസാലി ബർഖിയത്തിൻ. ഒരു 10 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ്, ഒരു ഭാഷാ പുസ്തകം. ഞാൻ പോസ്റ്റ് ഓഫീസിലേക്ക് കമ്പി അടിക്കാൻ വേണ്ടി പോയി എന്നാ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ SSLC കഴിഞ്ഞ് +2 കഴിഞ്ഞ് മറ്റു കൊച്ചു ഡിഗ്രികളൊക്കെ എടുത്ത് അത്യാവശ്യം നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്ന കുട്ടി ചോദിക്കട്ടെ, എന്താ സണേ കമ്പി അടിക്കാന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിരിക്കുന്നൊരു സ്വഭാവം. അപ്പോൾ എനിക്ക് മനസ്സിലായ സംഗതി, ആ പദപ്രയോഗത്തിൽ ചിരിക്കേണ്ട, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ചിരിക്കേണ്ട ചില പദപ്രയോഗമുണ്ട്. അപ്പം കമ്പി അടിക്കുക, ഞാനതൊരു 10 മിനിറ്റ് കൊണ്ട് അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് കമ്പി അടിക്കൽ എന്താണ്. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, വേറെ ആളുകൾക്ക് അറിഞ്ഞുകൂടെ. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൻ്റെ ഒരു പുരോഗതി അത്രയും വളർന്നു വന്നു, ഇതൊന്നും കഴിഞ്ഞ കാലത്തെ പറ്റി അറിഞ്ഞുകൂടാ. പക്ഷെ വളർന്നു വരുന്ന ഒരു തലമുറക്ക് അറിയുന്നത് അവൻ ഹിന്ദുവാണ്, ഇവൻ ക്രിസ്ത്യാനിയാണ്, അപ്പുറത്ത് മറ്റവൻ മുസ്ലിമാണ്, മാപ്പിളയാണ്, അപ്പുറത്ത് അങ്ങോട്ട് പോയി നോക്കിയാൽ തെക്കൻ ഭാഗത്ത് പോയി നോക്കിയാൽ അവൻ മേത്തറാണ്, അപ്പുറത്ത് മാപ്പിളയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ജാതീയതയുടെയും പരസ്പരം അകറ്റി നിർത്തുന്നതിൻ്റെയും ഒക്കെ ഒരു ചിന്താഗതി നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത്, ഏറ്റെടുത്ത് വരുന്നത് ആരാന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ തലമുറകളുടെ ചരിത്രമറിയാത്ത വളരുന്ന തലമുറയാണ്. നാളെ പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക്, അസംബ്ലിയിലേക്ക്, പാർലമെൻറ്റിലേക്ക് കടന്നു വരേണ്ട വിദ്യാസമ്പന്നരായ ഈ ഒരു തലമുറയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വേർതിരിവിൻ്റെ, മാറ്റി നിർത്തലിൻ്റെ, മതത്തിൻ്റെ, ജാതിയുടെ പേരിൽ മാത്രമല്ല, മതത്തിൻ്റെ പേരിലുള്ള മാറ്റി നിർത്തലില്ല, ഒരു സംഘടനക്കുള്ളിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, 2 ആയി കഴിഞ്ഞാൽ പിന്നെ മറ്റവനെ അടുപ്പിച്ചുകൂടാ, അവരുമായി ബന്ധമുണ്ടായിക്കൂടാ, ചിറിച്ചുകൂടാ, അവൻ നടക്കുന്ന വഴി കൂടി പോയിക്കൂടാ, അവൻ നിസ്കരിക്കുന്ന നമസ്കാരത്തിൻ്റെ സൊഫിൽ അവൻ്റെ അടുത്ത് നിന്നുകൂടാ എന്ന് വരെയുള്ള ഒരു തരത്തിലുള്ള വൈകാരികതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിവേകത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. ഞാൻ ഇന്ന് ഒരു സ്ഥലത്ത് സംസാരിച്ചപ്പോൾ ആ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ കോട്ടക്കൽ നിന്ന് തിരൂരിലേക്ക് കയറിയ ബസ്സിൽ വളരെ കുറച്ച് ആളേ ഉള്ളൂ, ഏകദേശം സീറ്റ് ഫുള്ളാവാത്ത ഒരു ബസ്. എനിക്കറിയുന്ന ഒരു കണ്ടക്ടറാണ് അവിടെ ഉള്ളത്. കാശൊക്കെ കൊടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിശക്തമായ വേഗതയിൽ ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായി ഹോണടിച്ച് എല്ലാ നിലക്കും ശല്യം ഉണ്ടാക്കുന്നവരത്തിൽ തിരിച്ചു വളച്ച് മറിച്ച് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മോട്ടോർ സൈക്കിളും ഓട്ടോറിക്ഷക്കാരനെ കണ്ടവരെ അവനെ മുമ്പിൽ കടക്കാനുള്ള ഒരു വല്ലാത്ത വെമ്പൽ. ഞാൻ ചോദിച്ചു കണ്ടക്ടറോട്, എന്താ ചങ്ങാതി ഇതിപ്പോൾ സമയം തെറ്റിയോ, എന്താ നിങ്ങൾ തിരൂർ സ്റ്റാൻഡിൽ എത്തേണ്ട നേരം കഴിഞ്ഞോ? അങ്ങ് കഴിഞ്ഞ സമയം തെറ്റില്ല, കൃത്യസമയം തന്നെ. പിന്നെ എന്തിനാ ഇങ്ങനെ ഇടങ്ങാറായിരുന്നു? അങ്ങനെ തന്നെയാണ്, ഓൻ്റെ മുമ്പിൽ ഒരു വണ്ടി ഉണ്ടാകാൻ പാടില്ല, ഓൻ എല്ലാവരും ഓടിച്ചിട്ട് അവിടെ എത്തുന്നിട്ട് ബിഫോർ ടൈമിൽ അവിടെ ചെന്നിട്ട് മറ്റോലേറ്റ് തല്ലുമുടി ഉണ്ടാക്കേണ്ടി വരും. മനുഷ്യൻ്റെ എന്താ പറഞ്ഞാൽ ഒരു വൈകാരികത, ഒരു തരം വാശി, വീറ്, ഇത് ഈ നാട്ടിൽ വളർന്നു വരികയാണ്. ആ വൈകാരികത നമ്മളെ കുടുംബജീവിതത്തിൽ കാണാം, അതുപോലെ തന്നെ സാമൂഹ്യ ജീവിതത്തിൽ കാണാം, എല്ലായിടത്തും കാണാം വൈകാരികത. ചെറിയൊരു കാര്യത്തിന് വേണ്ടി പോലും വെറുതെ അടിയും പിടിയും ഉണ്ടാക്കുന്ന ആ ഒരു വൈകാരികത ഒരു രാഷ്ട്രത്തിലേക്ക് വരെ കയറി വരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് തുറന്ന് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു ചിന്ത, ആ ഒരു നല്ല ഒരു ചിന്ത കൊണ്ട് മാത്രമാണ് സമാധാനത്തിൻ്റെ സന്ദേശവും കൊണ്ട് ഈ ഒരു സംഗതി ഇവിടെ ആരംഭിക്കുന്നത്. ഒരു ഭരണഘടനയെ പറ്റിയോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ആധികാരികമായ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതലുണ്ടായ ഇവിടെയുള്ള ഭരണഘടനാ മാറ്റങ്ങളുടെ ചരിത്രത്തെ പറ്റിയോ ഒന്നും പറയാൻ ഞാൻ ആളല്ല.
അതിനറിവുള്ള അഡ്വക്കറ്റുമാരായിട്ടുള്ള ആളുകൾ, നിയമജ്ഞാനികളായിട്ടുള്ള ആളുകൾ എൻ്റെ ഒരു വിഷയത്തിലാണെങ്കിൽ പറയുമായിരുന്നു. പക്ഷെ ഞാൻ അതിലേക്കൊന്നുമല്ല കിടക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇവിടെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ഏകദേശം പല കാരണങ്ങളാലും, ചരിത്രപരമായ കാരണങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് ചുരുക്കാം, ഇസ്ലാമികമായ നിയമങ്ങൾ അനുസരിച്ചുള്ള ഒരു സാമൂഹിക ക്രമം ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിൽ കുറച്ചെങ്കിലും മിക്കവാറും ഉത്തരേന്ത്യയിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിങ്ങനെ വളർന്ന് വന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ നിലനിർത്തി വന്നിരുന്ന ആ ഒരു ശരീഅത്തിൻ്റെ ഒരു നിയമ ശരീഅത്ത്, ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ നിയമം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കുല്ലിയത്തു ശരീഅ കോളേജ് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മനസ്സിൽ തോന്നൽ ദീന് പഠിക്കുന്ന കോളേജ്, ഖുർആനും ഹദീസും പഠിക്കുന്ന കോളേജ് എന്നാണ്. യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ ലോ കോളേജ് എന്ന വാക്കിൻ്റെ അറബിയാണ് കുല്ലിയത്തു ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ലോ, നിയമമാണ്. വ്യക്തി നിയമങ്ങളും കുടുംബജീവനത്തിൻ്റെ നിയമങ്ങളും സാമൂഹ്യ നിയമങ്ങളുമാണ്. നമ്മളിവിടെ ശരീഅത്ത് നിയമം എന്നൊക്കെ പറയുമ്പോഴേക്ക് ഒരു തലാഖ്, മുത്തലാഖ്, അതുപോലെ തന്നെ ദായക്രമങ്ങൾ, അങ്ങനെ ചിലതിൽ മാത്രം ഒരുമിച്ചുകൂടി ചുരുക്കിക്കെട്ടി എന്നതൊഴിച്ചാൽ അതല്ല. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്താണ്. ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ, ആ ഒരു വാക്ക് കൊണ്ട് ആരംഭിക്കൽ. എന്താന്ന് പറഞ്ഞാൽ ഒരു അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഈ നന്മയും കാര്യങ്ങളും പഠിപ്പിച്ചു തന്ന ലോകഗുരുനാഥനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ട് ഒരു കാര്യങ്ങൾ പറയാൻ ഒരു ശരീഅത്തിൻ്റെ ഭാഗമാണ്. ഏതുവരെ ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ, ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ വലത്തേ കൈ കൊണ്ട് വിരലുകൾ മാത്രം ഉപയോഗപ്പെടുത്തി തിന്നണം. അതൊക്കെ വാരിക്കിളമ്പിയിട്ടല്ല, ബിസ്മി അള്ളാഹുവിൻ്റെ നാമത്തിൽ തിന്നണം എന്നത് ശരീഅത്തിൻ്റെ നിയമമാണ്. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ നിഖിലമായ മേഖലകളെയും ഒന്നിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വല്ലാത്ത സംഹിതയാണ്. ഒരു തലാഖിലോ വിവാഹത്തിലോ അല്ലെങ്കിൽ ഒരു ദായക്രമം, മരിച്ചാൽ ആ സ്വത്ത് കോരി വെക്കുന്ന കാര്യത്തിലോ അത് മാത്രം നിലനിൽക്കുന്നതല്ല ഇസ്ലാമിക ശരീഅത്ത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുതൽ, അതല്ല വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മുതൽ എന്ന് പറഞ്ഞല്ല, അത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അതുവരെ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരു ദൈവ സ്തോത്രത്തോടു കൂടി അൽഹംദുലില്ലാ അല്ലദീ അഹ്യാന എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നു. ഒരു ബാത്റൂമിൽ കയറുമ്പോൾ വരെ ഒരു പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കയറുകയും അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ വരെ ഒരു പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് ഇറങ്ങുകയും ഒരു ബ്രഷ് എടുത്ത് പല്ല് തേക്കുമ്പോൾ വരെ ഏത് കൈ കൊണ്ട് ഏത് ഭാഗത്ത് നിന്ന്, മുഖത്തിൻ്റെ, വായുടെ, പല്ലിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് തേക്കണം, നഖം മുറിക്കുമ്പോൾ വരെ ഏതു ഭാഗത്ത് നിന്നായിരിക്കണം, മുടിയുണ്ടെങ്കിൽ ആ മുടി കുളിച്ച് കഴുകി ചീർപ്പ് കൊണ്ട് വാർന്ന് വൃത്തിയാക്കിയിട്ട് ഇറങ്ങണം എന്നത് മുതൽ ഉള്ള എല്ലാ കാര്യത്തിലും, ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിലും ഒരു ഭാര്യയെ, അവിടൊക്കെയാണല്ലോ മനുഷ്യൻ്റെ വികാരത്തിന് കൂടുതൽ വികാരം, വിക്ഷോഭം ഉണ്ടാവുകയും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളിൽ മറവി ഉണ്ടാവുകയും, അപ്പോഴൊക്കെ വരെ ഒരു ആദ്യ രാത്രിയിൽ സ്വന്തം ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വരെ പ്രാർത്ഥനകൾ, നമസ്കാരങ്ങൾ എന്ന് തുടങ്ങിയിട്ടുള്ള നിയമങ്ങളുടെ എല്ലാ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ നിയമങ്ങളുടെ സംഹിതയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയും. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ലോ, അത് ജീവിത ലോ. അത് വാക്കിലാവട്ടെ, പ്രവൃത്തിയിലാവട്ടെ, രഹസ്യ ജീവിതത്തിലാവട്ടെ. ഇന്ന് നമ്മൾ ഒരു തുള്ളി വെള്ളം ഉപയോഗിക്കുന്നിടത്ത് വരെ ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുന്നു വഴിയിൽ കൂടി, സഅദ് എന്ന് പറയുന്ന സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന അല്പം സമ്പന്നനായ തൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം ഉച്ച നേരത്ത് നമസ്കരിക്കാൻ വേണ്ടി അംഗശുദ്ധി വരുത്തുന്നത് നല്ല തണുത്ത വെള്ളം അങ്ങനെ മുഖത്തുകൂടിയും ശരീരത്തിൽ കൂടിയും ഒഴിച്ചിട്ടാണ്. അത് പ്രവാചകൻ കാണുന്നു. നബി അവിടെ നിൽക്കുന്നു. എന്നിട്ട് വിളിച്ചു ചോദിക്കുന്നു, യാ സഅദേ മാഹദ, എന്ത് കാണിക്കുന്നത്? അപ്പം അദ്ദേഹം ചോദിക്കുന്നു, എന്താണ് നബി ഞാൻ ചെയ്ത്, എന്തെങ്കിലും തെറ്റ് ചെയ്യേണ്ടത്? ഞാൻ ഒളു എടുക്കുകയാണ്, നിസ്കരിക്കാൻ വേണ്ടി അംഗശുദ്ധി വരുത്താണ്. നബി പറയുന്നു, എന്താണ് നീ വെള്ളം കൊണ്ട് ഈ കാണിക്കുന്നത്? അപ്പോൾ ഞാൻ ഒളു എടുക്കാൻ വേണ്ടി കുറച്ചൊന്ന് തണുപ്പിക്കുകയാണ് നബി പറയുന്നു, ഇല്ല, വെള്ളമാണ്, അത് ജീവജലമാണ്, അത് നിന്റെ ആത്മാവാണ്. നീ ആത്മാവിന് ആവശ്യമായ
തെളിനീരാണ്. അതിനെ വലൗ കുന്ത അലാ നഹ്രിൻ ജാരിൻ, ഒഴുകുന്ന പുഴയുടെ വക്കത്തിരുന്നു കൊണ്ടാണ് നീ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ, ആരാധിക്കാൻ വെള്ളം ഉപയോഗിക്കുന്നതെങ്കിലും ആ വെള്ളം വളരെ കുറച്ചേ ഉപയോഗിക്കാവൂ എന്ന് അറേബ്യൻ മരുഭൂമിയിലെ ആ വെള്ളക്ഷാമമുള്ള നാട്ടിൽ മാത്രമല്ല പ്രവാചകന്റെ ഈ വചനം. ഇവിടെ ചാലിയാറിൻ്റെയും ഭാരതപ്പുഴയുടെയും കടലുണ്ടി പുഴയുടെയും തീരത്തു താമസിക്കുന്നവർക്ക് വരെ ബാധകമാകാവുന്ന നിയമം അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ ശരീഅത്തിനെ മുസ്ലിം അതൊരു ജാതിയായി കാണുകയും ആ ഒരു ജാതി അതിൻ്റെ യഥാർത്ഥത്തിൽ ഒരു ജന്മനാ മുസ്ലിമായി മുസ്ലിങ്ങൾ കണ്ട് അവൻ എന്തു ജീവിതത്തിലും എന്തും ചെയ്യാം, അതൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ എണ്ണപ്പെടുന്ന സ്വാഭാവികമാണ്. ഇസ്ലാമിൻ്റെ പേരിൽ പറയപ്പെടുകയാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പേരിൽ ചാർത്തപ്പെടുകയാണ്. IS ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ലോകത്ത് ചെറുപ്പക്കാരുടെ ഒരു 2 കൊല്ലം മുമ്പ് ചെറുപ്പക്കാരുടെ ചോരത്തിളപ്പായിരുന്നു IS എന്ന് കേട്ടാൽ. അതിനു മാത്രം ചോര തുടിക്കുന്ന ഇസ്ലാമിക സംസ്കാരത്തെയും ഇസ്ലാമിക സന്ദേശത്തെയും ലോകത്ത് ഒബാമയുടെയും ലോകരാഷ്ട്രങ്ങളുടെയും മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന കരുത്തുറ്റ കൈകൾ എന്നൊക്കെ ചെറുപ്പക്കാർ വരെ മീഡിയകളിൽ കൂടി ആദരിച്ച് സ്നേഹത്തോടുകൂടി പറഞ്ഞിരുന്ന ആ ഒരു സാധനം അത് ഇസ്ലാമിൻ്റേതല്ല. മുസ്ലിമുമായി അതിനൊരു ബന്ധമില്ല. ഇസ്ലാമിക ശരീഅത്തുമായി ആ തരത്തിലുള്ള ഒരു ചിന്തക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകന്റെ ജീവിതം മുന്നിൽ നിർത്തിക്കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ IS ഇസ്ലാമുമായി ബന്ധമില്ലാന്നോ? ഇസ്ലാമിന് വേണ്ടി മരിക്കുന്ന ചോര കണ്ടാലും പിന്തിരിയാത്ത അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ പച്ചക്കൊടി എടുത്ത് മുന്നോട്ട് പോകുന്ന ISന് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നവൻ മരത്തിൽ നിന്ന് പുറത്താണ് എന്ന ഒരു ഉണ്ടായിരുന്നു. പക്ഷേ ലോകം അത് മനസ്സിലാക്കി. ഞാൻ പറയുന്നത് ഇസ്ലാം ഒരു സമാധാനത്തിൻ്റെതാണ്. ഇസ്ലാമിക ശരീഅത്ത് സമാധാനത്തിൻ്റെതാണ്. പരിശുദ്ധ ഖുർആൻ അത് അറബി ഭാഷയിലായി പോയത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്പം ഒരു ഗ്യാപ്പ്, ഭാഷാപരമായൊരു ഗ്യാപ്പ് ഉണ്ട് എന്നതൊഴിച്ചാൽ പരിശുദ്ധ ഖുർആൻ പഠിച്ച എത്രയോ ആളുകൾ ലോകത്തുണ്ട്, എത്രയോ ആളുകളുണ്ട്, എല്ലാ മതവിശ്വാസികളും. നമുക്ക് കൃത്യമായി ഇസ്ലാമിൻ്റെ ആ ഒരു കർമ്മ പദ്ധതി, വിശ്വാസ കർമ്മ പദ്ധതി എന്ന് പറയുന്ന ആ ശരീഅത്ത് പഠിച്ചു നോക്കിയാൽ ഒരിക്കലും അതിൽ നിന്ന് ഒരു ജീവിത ചെറിയ ഒരു കാര്യം പോലും ഒന്നുകിൽ മാറ്റി നിർത്താൻ കഴിയാത്ത വിധത്തിലുള്ള കൃത്യമായ മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ ഭാവിയും ഭൂതവും അറിയുന്ന ദൈവം തമ്പുരാൻ, പടച്ച തമ്പുരാൻ അള്ളാഹു നൽകിയ ഒരു സന്ദേശമാണ് എന്ന് കൃത്യമായി അത് ബോധ്യപ്പെടാതിരിക്കില്ല. ഇസ്ലാമികമായ സാമ്പത്തികമായ ക്രമം, പലിശ നിങ്ങൾ തൊട്ടുപോകരുത്, പലിശ ലോകത്തിൻ്റെ നാശമാണ്, വ്യഭിചാരം എന്ന് പറയുന്ന ഇസ്ലാം നോ എന്ന് പറയുന്ന കുറ്റകൃത്യങ്ങൾ ഇന്നും ഏത് രാജ്യത്തും നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിന്, രാഷ്ട്രത്തിന്, നമ്മുടെ വളർച്ചയ്ക്ക്, പുരോഗതിക്ക് തടസ്സമായ കുറ്റകൃത്യങ്ങൾ തന്നെയാണ്. അത് നമ്മളുടെ ഒരു അവകാശവാദമല്ല. ഞാനൊരു മുസ്ലിമാണ് എന്നതുകൊണ്ട് എൻ്റെ ഒരു അവകാശവാദമല്ല. ആർക്കും പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാം ചെയ്യണം, ചെയ്യുക എന്ന് പറയുന്ന മസ്റ്റായിട്ട് അല്ലാഹു തആല ഫറളായി കൽപ്പിച്ചതും ഐച്ഛികമായി കൽപ്പിച്ചതുമായ നിയമങ്ങൾ, ആ നിയമങ്ങൾ ആര് സ്വീകരിച്ചാലും സാമ്പത്തിക രംഗത്തെ നിയമം അത് മതവ്യത്യാസങ്ങളില്ലാതെ ഏതൊരു മതവിശ്വാസിയോ ഏത് രാഷ്ട്രം സ്വീകരിച്ചാലും ആ ഇസ്ലാമിൻ്റെ നിയമം ആ രാഷ്ട്രത്തിന്, രാജ്യത്തിന്, സമൂഹത്തിന് വളർച്ചയും പുരോഗതിയും മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിക ശരീഅത്ത് ഒരു അപകടകരമായി മാറി? അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം ബ്രിട്ടീഷുകാർ വന്ന കാലഘട്ടം മുതൽ ഇന്നൊക്കെ നമ്മുടെ ഈ കോടതി ഭാഷകൾ വരെ അറബി പദങ്ങളായത്. അതിലൊക്കെ ഇസ്ലാമിൻ്റെ ശരീഅത്ത്, ഇസ്ലാമിക ശരീഅത്ത് ഒരു കാലഘട്ടത്തിൽ അത് സ്വീകരിക്കപ്പെട്ടിരുന്നതിൻ്റെ കൃത്യമായ ടച്ചുണ്ടായിരുന്നു. ഞാൻ അവിടേക്കല്ല കടക്കുന്നത്. അപ്പോൾ ആ ഒരു ഇസ്ലാമിക ശരീഅത്ത് ഏതൊരു മനുഷ്യനും അംഗീകരിക്കാവുന്ന കുടുംബജീവിതത്തിലാവട്ടെ, വേറെ സാമൂഹിക ഇസ്ലാമിക ഏക സിവിൽ കോഡ് എന്നൊക്കെ പറയുമ്പോൾ ഏതാനും ചില വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അത് മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യത്തിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏത് കാല് വെക്കണം എന്നത് മുതലെയുള്ള ഈ ശരീഅത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യൻ്റെ നന്മക്കും ഗുണത്തിനും സമാധാനത്തിനും സൗഹാർദ്ദത്തിനും എല്ലാ മതങ്ങളുമായിട്ടുള്ള സൗഹാർദ്ദത്തിനും നല്ലതാണ്. 23 കൊല്ലമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്.
പ്രവാചകനായി ജീവിച്ചത്. പ്രവാചകനായി 40 മുതൽ 63 വരെ. ഈ 23 കൊല്ലം കൊണ്ടാണ് ലോകത്ത് ഒക്കെ ഈ ഇസ്ലാമിൻ്റെ വ്യാപനം. ആ കാലഘട്ടത്തിൽ സംസ്കൃതി ഉണ്ടായിരുന്ന, നാഗരികതയുണ്ടായിരുന്ന ലോകത്ത് ഇസ്ലാമിൻ്റെ വ്യാപനം ഉണ്ടായത്. ആ വ്യാപനം ഉണ്ടായത് യുദ്ധങ്ങൾ കൊണ്ടായിരുന്നില്ല. ഇവിടെ മലപ്പുറം ജില്ലയിലോ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ മോട്ടോർ ബൈക്ക് ആക്സിഡന്റ് കൊണ്ട് മാത്രം ഒരു കൊല്ലം മരിക്കുന്ന ഈ റോട്ടിൽ പടഞ്ഞു മരിക്കുന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ അത്ര പോലും 23 കൊല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ച യുദ്ധം കൊണ്ട് മരണമുണ്ടായിട്ടില്ല. ഹിംസ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, ഹിംസ തന്നെ. പക്ഷേ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ മരണം സംഭവിക്കുമെന്നത് സത്യമാണ്. 2 വണ്ടികൾ തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ സ്വാഭാവികമായി 2 ഡ്രൈവർമാർ ഉദ്ദേശിച്ചതല്ല, സംഭവിച്ചേക്കാം. അതുപോലെ ഒരു പോലീസ് ഒരു നിയമം ഇവിടെ ഒരു അക്രമം നടത്തുമ്പോൾ, കള്ളനെ പിടിക്കുമ്പോൾ, ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ മരിക്കും. അതുപോലെ ജീവരക്ഷയ്ക്ക് വേണ്ടി, രാഷ്ട്രരക്ഷയ്ക്ക് വേണ്ടി പലപ്പോഴും പ്രതിരോധിക്കാനും എതിർക്കാനും പോയപ്പോൾ മരിച്ചത് 1000-ൽ പരം മാത്രം ആളുകളാണ്. ഒരു മുനിസിപ്പാലിറ്റിയിൽ പോലും അതിലേറെ ആളുകൾ ഒരു വർഷം മോട്ടോർ ബൈക്ക് ആക്സിഡന്റ് കൊണ്ട് ബസ് മറിഞ്ഞ് മാസ് മരണമല്ല പറയുന്നത്, കൂട്ടമരണമല്ല അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പം ഇതൊക്കെ ഇസ്ലാം യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് വളർന്നത്. ഇസ്ലാം വളർന്നത് ആ ശരീഅത്ത് അത് മനുഷ്യൻ കണ്ടു കേട്ടു. പ്രവാചകന്റെ പ്രഭാഷണ ശൈലി കൊണ്ടോ അല്ലെങ്കിൽ പ്രവാചകന്റെ ധിഷണാപരമായ രാഷ്ട്രീയ കരുനീക്കങ്ങൾ കൊണ്ടോ അല്ല ലോകത്ത് ഇസ്ലാം വ്യാപിച്ചത്. നേരെ മറിച്ച് ആ ജീവിതം കൊണ്ട് തന്നെയായിരുന്നു. ആ ഒരു ജീവിതത്തിലേക്ക് മുസ്ലിങ്ങൾ മടങ്ങണം എന്ന ഒരു സന്ദേശം വിഷ്ണു ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എല്ലാ സഹോദരങ്ങളോടും പറയുന്നു. എന്തുകൊണ്ടെന്നാൽ മുസ്ലിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് ഒരുപക്ഷെ വർഗീയതയുടെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് പോലും അങ്ങനെ തന്നെയാണ്, ഇങ്ങനെയാണ് എന്നതാണ് കാരണം. അപ്പം ആ ഒരു തെറ്റിദ്ധാരണ നമുക്ക് പ്രസംഗിച്ച് നീക്കിയാൽ പറ്റൂല, ലേഖനം എഴുതി നീക്കിയാൽ പറ്റൂല. അത് ജീവിതത്തിൽ തന്നെ നമ്മൾ ഇസ്ലാമിലേക്ക് യഥാർത്ഥമായ വിശ്വാസത്തിലേക്കും ശരീഅത്തിലേക്കും മടങ്ങുമ്പോൾ അത് ആവശ്യമുള്ളത് തന്നെയാണ്. ഉമ്മയെ സ്നേഹിക്കേണ്ടത് തന്നെയാണ്, ഉമ്മൻ്റെ കാൽക്കടിയിലാണ് സ്വർഗം എന്ന സന്ദേശം ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ് എന്ന് എല്ലാവരും അംഗീകരിക്കും. ആ തരത്തിലുള്ള ഒരു ശരീഅത്തിൻ്റെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒന്നിച്ച് ശരീഅത്താവണോ, ഏത് ശരീഅത്താവണോ, ഇന്ത്യക്കാർക്കൊക്കെ ഒരു ശരീഅത്താവണോ? യഥാർത്ഥത്തിൽ ഇസ്ലാം ജനങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞല്ലോ, കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ മരണം വരെയുള്ള കൃത്യമായ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യത്തിലും നിർണായകമായ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു ശരീഅത്തിൻ്റെ ഏതാനും കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ ക്രിമിനൽ അല്ലാത്ത കാര്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് തള്ളിക്കളയുക എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണെങ്കിൽ തള്ളിക്കളയുന്നതിൽ മുസ്ലിം ബുദ്ധിജീവികൾക്കും കുഴപ്പമുണ്ടാവണമെന്നില്ല. നേരെ മറിച്ച് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടക്കിടക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ശേഷം ഉണ്ടാകുകയും അതിൻ്റെ പേരിൽ ഒരു യോഗം, അതിൻ്റെ ഒരു പ്രതിഷേധ യോഗം, അതിനപ്പുറത്തൊരു യോഗം, അതിന് ഒരു ചർച്ചാ സമ്മേളനം, അതിലൊരു കൂട്ടർ ഒരു കാര്യം എതിർക്കും, ഒരു കൂട്ടർ മറ്റൊരു കാര്യം എതിർക്കും. അങ്ങനെയുള്ള ഒരു സാമൂഹ്യമായ പ്രശ്നങ്ങൾ വരാതിരിക്കണമെങ്കിൽ ഒന്നാമതായി ഞങ്ങളുടെ ഒരു വിഷയാവതരണം എന്നുള്ള നിലക്ക് ഇസ്ലാമിലേക്ക് മുസ്ലിങ്ങൾ കൃത്യമായി അതിൻ്റെ ശരീഅത്തിലേക്ക് മടങ്ങുമ്പോൾ അതൊരു സൂര്യ വെളിച്ചം പോലെ സുതാര്യമാണ്. പക്ഷേ മനുഷ്യന്മാരുടെ, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകളുടെ തെറ്റായ പ്രവർത്തനങ്ങൾ കൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ നീക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് മനസ്സിലാക്കേണ്ടതും ഈ രാജ്യത്തുള്ള മുഴുവൻ മതവിശ്വാസികളുടെയും ബാധ്യതയാണ്. ആ നിലക്ക് നമ്മൾ ചിന്തിക്കുകയും വർഗീയതയുടെ, ഞാൻ ഒരിക്കലും ഇതൊരു മതവിശ്വാസത്തിൽ നിന്ന് വരുന്ന വർഗീയതയോ ഇത് ഗൂഢാലോചനയോ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നില്ല തീരെയും. നേരെ മറിച്ച് സമൂഹത്തിലുള്ള ഈ തിന്മകൾ, വൈകാരികതയിൽ എല്ലാവർക്കുമുണ്ട് വൈകാരികത, എല്ലാവർക്കുമുണ്ട്. IS-നുള്ള വൈകാരികത ഇസ്ലാമിൻ്റേതല്ല. അതുപോലെയുള്ള വൈകാരികത ഹൈന്ദവതയുടേതായിരിക്കണമെന്നില്ല, ക്രൈസ്തവതയുടേതായിരിക്കണമെന്നില്ല. ഈ വൈകാരികതയിൽ നിന്ന് മാറി ഒരു വിവേകപൂർണമായ ഒരു സാമൂഹ്യ ജീവിതത്തിന് വേണ്ടി ഉറപ്പുവരുത്താൻ ആവശ്യമായ ഒരു സമീപനം അത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ ഭരണങ്ങളിലും നമ്മുടെ ചർച്ചകളിലും ഒക്കെ ഉണ്ടാകണമെന്നതാണ് നമ്മുടെ സമൂഹത്തിൽ ഈ രാജ്യം നൂറ്റാണ്ടുകളായി ചരിത്രാതീത കാലം മുതൽ നിലനിർത്തിപ്പോന്ന ഈ ഭാരത സംസ്കാരത്തിൻ്റെ വിശുദ്ധിക്ക് ആവശ്യമായിട്ടുള്ളത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ നീട്ടിപ്പറയുന്നില്ല. സർവശക്തനായ
അള്ളാഹു മനുഷ്യ സമൂഹത്തിന് എല്ലാവരുടെയും നാഥൻ, വെളിച്ചം തന്ന, മഴ തന്ന, നമ്മൾ കൈ ഉയർത്തുന്ന എല്ലാ മനുഷ്യൻ്റെയും നാഥനായ അള്ളാഹു ആ മനുഷ്യന് വായു, വെളിച്ചം, വെള്ളം നൽകിയതുപോലെ നടക്കാനുള്ളൊരു വഴി, ജീവിക്കാനുള്ളൊരു മാർഗം, അതാണ് ശരീഅത്ത്. ആ ശരീഅത്തിനെ പഠിക്കുക, മനസ്സിലാക്കുക, അതിനെ ദുരുപയോഗപ്പെടുത്തിയിട്ട് അത് ഇസ്ലാമിൻ്റെ പേരിൽ വരവ് വെക്കുന്നുണ്ടെങ്കിൽ ആ നെല്ലും പതിരും തിരിച്ചറിയുക എന്ന ആ ഒരു സന്ദേശത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതിന് അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനായ കരുണാനിധിയായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഒരു നല്ല ചർച്ചയ്ക്ക് ഇതൊരു വേദിയാവട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. അള്ളാഹുവിൻ്റെ രക്ഷ നമുക്കുണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.